കണ്ടിട്ട് അവിടെ സർക്കസ് എടുക്കണ്ടെന്നാ തോന്നണേ. സർക്കാരിന്റെ എന്തോ പദ്ധതിയാന്ന് തോന്നണേ. വാരം പൂക്കുന്നുണ്ട് അകലെ അകലെ. അങ്ങ് തേച്ച് കഴിഞ്ഞു. ഏതാടി മണ്ണകള്? കരടി നിന്റെ അപ്പൻ. കേക്കാത്ത പോലെ ഇരുന്നു. മാവനെ കാണും മമ്മൂട്ടിനെ പോലെ ഉണ്ട്. ശരിയാട്ടാ, മൃഗയ്യാലെ മമ്മൂട്ടിനെ പകർത്തി വെച്ചേക്കണോലുണ്ടല്ലേ. ഒരു മീശയുടെ കുറവും കൂടി ഉള്ളു. മമ്മൂട്ടി തന്നെ മാറിയുന്നേ. ഇതൊക്കെ ആരാടാ? പിരിവാണോ? ഞങ്ങള് രാജാവിനെ കാണാൻ വന്നതാ. ഞാനൊരു ഇൻസ്റ്റാൾമെന്റുകാരനായിരിക്കും. എവിടെന്നാ? എറണാകുളം വൈപ്പിൻ. എടാ ബക്കറ്റ് പിരിവാരൊക്കെ ആണെങ്കി പോവാൻ പറട്ടാ. എന്റെ ഒരു കാശൊന്നുമില്ല. രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ കുനിഞ്ഞു നിൽക്കണം. എന്ത്? അല്ല, കുമ്പിട്ട് നിൽക്കണം. അതാണ് ഇവിടുത്തെ രീതി. അങ്ങനെ അതേ രാജാവ് വരുന്നുണ്ട്. ഉറങ്ങി കിടക്കാൻ നേരത്ത് കുറെ എണ്ണങ്ങൾ വന്നോളൂ ഇങ്ങനെ. അതെ, കൊട്ടാരം വിട്ട് കാട്ടില് ടെന്റ് അടിച്ച മതി അങ്ങോട്ട് വന്നേക്കാ പിള്ളേര്. എന്റെ അനിയനെ ആരണ്ടൊക്കെ കൂടി തട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് വന്നവരാണ്. എന്തിനാ ഞാൻ എന്നാ കിണ്ടി ചെയ്യാനാ? പിന്നെ കാട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല. അപ്പോഴാണ് പിന്നെ നാട്ടിലെ കാര്യം. ഇറങ്ങിക്കോളും കുറെ എണ്ണം. നീ പറ. അല്ല, അവനിപ്പോ ജീവിച്ചിരിക്കണോന്ന് അറിഞ്ഞാ മതി. ചത്താണ്. അതിപ്പോ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തോറിയാനാ? ഞാൻ ഇവിടെ വല്ല കബഡി നിർത്തി നോക്കണ്ടോ? കബഡി അല്ല, കബഡി. രാജാവ് ചമ്മി പോയി. അല്ല, അങ്ങനെയല്ല പറയണേ. ഓഹോ, എന്നെ പഠിപ്പിക്കാറായ നീ? പിന്നെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ. എന്തിനാ ഇങ്ങനെ ടെന്റ് കെട്ടിയേക്കണേ? കൊട്ടാരമൊക്കെ ആവാൻ നേരത്ത് യുദ്ധമൊക്കെ നടക്കും, കൊട്ടാരം കയ്യേറും. ഇതാവുമ്പോ യുദ്ധം വരാണെങ്കിൽ അയച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. യുദ്ധം എന്ന് കേൾക്കുമ്പോ ഞങ്ങൾ ഇത് അയച്ചു വേറെ സ്ഥലത്തിട്ട് പോകും. പിന്നെ അന്റാർട്ടിക്കയും കൂടി ഉള്ളു പോവാൻ. പോവാ. രാജാവിനെ പറ്റുമെങ്കിൽ ഒരു ടെന്റിൽ ഞങ്ങൾ താമസിപ്പിക്കോ? അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. ഇനി പ്ലീസ്. ഞാൻ തന്നെ കാട്ടിൽ കിടക്കണേ. അപ്പോഴാണ് ഒരു ടെന്റ് ഞങ്ങൾക്ക് തരും താമസിക്കാൻ. എന്ത്? ഞാൻ എന്നെ ഹോം സ്റ്റേ ആണ് നടത്തണേ? ഓ, രാജാവിന്റെ തമാശ. ഇത്ര പ്രായം കുറഞ്ഞ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ വന്നൊരു സഹായം ചോദിക്കാൻ നേരത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജാവ് കണ്ണിച്ചോരുള്ള ഒരു രാജാവ് എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഇതൊക്കെ വെച്ച് ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. നമ്മുടെ രാജാവ് നീളാൽ വളല്ലേ? വളല്ലയോ? നിങ്ങൾക്ക് ഇവിടെ ടെന്റുള്ള ഒരു കിണ്ടിയില്ല. മര്യാദക്ക് വീട്ടിൽ പോക്കോ നിങ്ങള്. ഇത് പറയാനാണ് ഇത്ര ഡയലോഗ് അടിച്ച പുള്ളി. ഇതിലും ഭേദം പട്ടീനെ രാജാവ്. ശരി, ഞങ്ങളെന്നാ പൊക്കോളാം. ഒരു രാജാവിന് ഒരിക്കലും അങ്ങനെ ഒരാളോട് പറയാൻ പറ്റുമെന്ന് തോന്നണ്ടോ? അതില്ല. പക്ഷെ ഞാൻ പറയും. ഒരുമാതിരി പരിപാടി കാണിക്കല്ലേട്ടാ. പിള്ളേര് പിന്നെയും ചമ്മി.